കുമാർ ഇപ്പൊ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റുണ്ടല്ലോ. ഗണേഷ് കുമാർ. ആ അപ്പൊ എന്തെങ്കിലും അപ്പൊ എന്താണെന്നാ പ്രതീക്ഷ ഉണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ആന്റണി രാജു മാറിയിട്ടാണല്ലോ കയറിയത്. അപ്പൊ അവരെ രാഷ്ട്രീയക്കാരെ കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റുമോ? അവർക്ക് തോന്നിയ മാതിരി അവർ ചെയ്യുന്നത്. ഏതെങ്കിലും ഇപ്പം ഈ ഗതാഗത മന്ത്രി നമ്മളിപ്പോൾ നിതീഷ് കുമാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം തന്നെ ഇന്ത്യ സഖ്യം വിജയിച്ച് ഭരണത്തിന് വരുമെന്ന് പറയും. എത്ര ദിവസം നിന്ന് അയാളുടെ ഉടനെ കാല് പറയും. പരന്ന എല്ലാം കൊണ്ടിട്ട് 4 പ്രാവശ്യത്തെ കാല് മാറ്റി കൂടെ അയാൾ നടത്തിയെന്ന് പറഞ്ഞു. അപ്പം രാഷ്ട്രീയക്കാരെ കുറിച്ചിട്ട് നമുക്കൊന്നും പ്രതീക്ഷ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത്. ഇപ്പോൾ 2000 രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് ഇവിടെ. ഇവിടെയൊന്നും നമുക്ക് വ്യക്തമായിട്ടൊന്നും അറിയാം. പിന്നെ അത് തന്നെയല്ല, നമ്മളൊന്നും വലിയ രാഷ്ട്രീയത്തിൽ പഴയതുമാതിരി ഒന്നും വലിയ അങ്ങനെ താല്പര്യം കാണില്ല. എല്ലായിടത്തും ഒരു അഴിമതിമുഖമായിട്ടുള്ള ഇതൊക്കെ അതിൻ്റെ പേരിൽ നമുക്ക് അതിൽ താല്പര്യമൊന്നുമില്ല. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു രാജ്യത്ത് എന്തെങ്കിലും ഒരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരെ കൂടെ പ്രതീക്ഷിക്കുന്നത് കണ്ട്. പക്ഷേ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇപ്പോൾ CPM കോൺഗ്രസും എല്ലാം പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ കേരളത്തിൻ്റെ അകത്തുള്ള പെൻഷനില്ല, നിത്യാഭ്യാസ സാധനങ്ങളുടെ ഇലക്ട്രിസിറ്റി, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സാധാരണക്കാരൻ ബുദ്ധിമുട്ടാണ്. അതിനെക്കാട്ടി ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രോഗമായി കിടക്കുന്ന ആളുകളെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന 25 ലക്ഷം 35 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചോദിക്കുന്നുണ്ട്. നീ 25-30 ലക്ഷം ചോദിക്കുന്നത് ഈ രോഗിയുടെ രോഗം മാറും, സക്സസ് ആവുമെന്നുള്ളൊരു ഉറപ്പ് അവർ പറയുന്നില്ല. പോട്ടെ, കക്ഷി മരിച്ചു പോയാൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കുമോ എന്ന് ഇവിടെ പ്രതിപക്ഷ ഭരണപക്ഷം ചോദിക്കുന്നില്ല. അപ്പോൾ അതിന് ഞങ്ങൾക്ക് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഗവൺമെൻറ്റും പ്രൈവറ്റ് പാർട്ടിയും എന്തോ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ ഞാൻ സംശയിക്കുന്നു. കാരണം ഈ സാധാരണക്കാരനെ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കും. ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ അത് കാര്യമായിട്ട് ഇൻഷുറൻസ് ശരിക്കും കിട്ടുന്നില്ല. അതേപോലെ തന്നെ ESCയുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ എൻ്റെ തൊട്ടിയെടുക്കുന്നതാണ് അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് 28 ലക്ഷം രൂപയാണ്. അത് സാധാരണ ഗൾഫുകാർ പിരിവെടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിലത്തെ സക്സസ് ആയപ്പോൾ പറഞ്ഞ് ESC കിട്ടുമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അതും കിട്ടിയില്ല. ആക്ഷൻ മെഡിക്കൽ ആരോഗ്യ കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് ദോഷമായിട്ടുള്ള നല്ല രീതിക്ക് നല്ല രൂപത്തിൽ കൊണ്ടുവരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചികിത്സകൾ എല്ലാം അഡ്വാൻസ്ഡ് ചികിത്സകളും കിട്ടുന്ന രാജ്യത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗതികേട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ സുഖമില്ലെങ്കിൽ ബക്കറ്റ് എടുത്തു കൊണ്ടിട്ടുള്ള ഒരു പ്രതിപക്ഷവും ഞാൻ ഭരണപക്ഷവും ഞാൻ ഒരു പക്ഷം കൊണ്ട് പറയല്ല, രണ്ടുപേരും ഇത് നമുക്ക് നാണക്കേട് നമ്മുടെ നാളത്തിന് പാട്ട വെച്ചുകൊണ്ട് പാട്ട് പാടിയിട്ട് പിരിവെടുത്തിട്ട് രോഗികളെ ചികിത്സിക്കുന്നത് അതൊരു വളരെ മോശം. അതുകൊണ്ടിട്ട് കേരളത്തിന് പ്രതിപക്ഷം ഭരണപക്ഷം ചെയ്യേണ്ടത് ഞാനിപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ UK-ലൊക്കെ ലണ്ടനിലൊക്കെ 2 കാര്യത്തിനുള്ള കൊണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വിദ്യാഭ്യാസം, ഒന്ന് മെഡിക്കൽ ഫ്രീ ആണെന്ന് പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് മെഡിക്കൽ ഫ്രീ ഉണ്ട്. പക്ഷെ നമ്മളോട് ചെയ്യുമ്പോൾ ഡോക്ടർമാർ പറയുന്നതാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇവിടെ സംവിധാനമില്ല, ഡോക്ടർമാരില്ല, മറ്റുള്ള അതുപോലത്തെ സംവിധാനം വിദ്യാഭ്യാസത്തിന് വേണം. വിദ്യാഭ്യാസവും ആരോഗ്യപരമായിട്ടുള്ള ഫ്രീ ചികിത്സ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം. വരുന്നവരെങ്കിലും നല്ലൊരു ഭാവി. കാരണം ഈ സാധാരണക്കാരനും വന്ന് ജീവിക്കുന്ന 28 ലക്ഷം 30 ലക്ഷം രൂപയൊക്കെ ഇപ്പോൾ ഒരാളുടെ കിഡ്നിയുടെ കരളിൻ്റെ ഇപ്പോൾ മിനിയാന്ന് ദിവസം വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ പള്ളിയിൽ മൊയ്തീൻ പള്ളി എന്ന് പറഞ്ഞ വീട് എടുത്തിരിക്കുകയുണ്ട്. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കരളെടുത്തിട്ട് വെക്കാൻ വേണ്ടി പോയി. അതിൻ്റെ ചിലവ് പറഞ്ഞിരിക്കുന്നത് എന്നറിയോ 35 ലക്ഷം രൂപയാണ്. കരൾ കൊടുത്തിട്ടുള്ള ചിലവാണ്. ഇത് വാങ്ങുന്ന ഹോസ്പിറ്റലുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷമുണ്ട്. നിങ്ങൾ ഈ 35 ലക്ഷം രൂപ എന്തിനാണ്? ആരോഗ്യ സംവിധാനം ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്കും എല്ലാ കാര്യങ്ങളും നടക്കണം. മറ്റൊരു പണികളൊക്കെ പത്രത്തിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് കല്ല അത് ശരിക്കുള്ള ഒരു പ്രവർത്തനത്തിന് ഗവൺമെൻറ് ഒരു അന്വേഷണ സംഘടനയ്ക്ക് അന്വേഷിക്കേണ്ട ഒരു ആവശ്യം ഇടുന്നതിന് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളൂ. പിന്നെ നാട്ടിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫോട്ടോജിയുടെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഫോട്ടോജിയിലൊന്നും വന്ന് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കേട്ടോ. ഫോട്ടോജി എന്ന് വെച്ചിട്ട് പള്ളി നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ നിന്നുള്ള ഒരു നല്ലൊരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ വിദേശികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുമ്പ് അവർ പരസ്യമായി ചുംബിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ വിദേശികൾ ഇന്ന് വന്നാൽ ചുംബിക്കില്ല. കാരണം എന്താണ്, അവരിവിടുന്ന് പോയിട്ട് കേരളത്തിലെ സംസ്കാരം പഠിച്ച് അവർക്കായി തരില്ല നമസ്കാരത്തോട്. കാരണം എന്താ വെച്ചാൽ ആ സംസ്കാരം ഇപ്പം നമ്മളേറ്റെടുത്തേക്കാണ്. കാരണം ഈ ഫോട്ടോജിന് കൊച്ചിക്കാർ പെണ്ണുങ്ങളാരും ഇവിടെ ആരും ഇല്ലാട്ടോ. നിങ്ങൾക്ക് നോക്കാം, കൊച്ചിക്കാരില്ല. വിദേശികൾ വന്നുകൊണ്ട് പരസ്യമായിട്ട് ചുംബിക്കുന്നതും വസ്ത്രധാരണങ്ങളും. ഒരു പോലീസുകാരനാണെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കും നിങ്ങളാരാന്ന് ചോദിക്കുന്ന അവസരം. അവർക്ക് മക്കളുണ്ട്. കാരണം ഒരു പോലീസുകാരൻ ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ ഭാര്യ മക്കൾ ചോദിക്കണം അച്ഛൻ എൻ്റെ മാതിരി പ്രവർത്തിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് നാണക്കേടല്ലേ. അതിന് മുകളിലൊരു പോലീസ് എന്ന് പറഞ്ഞാൽ അവർക്കും മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, അവർക്കും അഭിമാനമുള്ളവരാണ്. അപ്പം അത്രയും മോശമായിട്ടൊരു അവസ്ഥയിലേക്കാണ് പൊട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഏത് ടൈമിൽ ആവശ്യപ്പെട്ടാൽ എൻ്റെ അറിവിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഓക്കെ.